തലസ്ഥാനത്തിന് പുസ്തകോത്സവങ്ങളുടെ കൂടി തലസ്ഥാനമാവാനുള്ള സർവ്വയോഗ്യതയുമുണ്ട്. സക്കീർ ഹുസൈൻ അറിയപ്പെട്ടത് മുസ്ലിം എന്ന പേരിലായിരുന്നില്ല. മൻമോഹൻ സിംഗ് അറിയപ്പെട്ടത് സിഖ് എന്ന പേരിലായിരുന്നില്ല. ടാറ്റ അറിയപ്പെട്ടത് പാർസി എന്ന പേരിലായിരുന്നില്ല. ശ്യാം ബെനഗൽ അറിയപ്പെട്ടത് ഹിന്ദു എന്ന പേരിലായിരുന്നില്ല. ഇവരെല്ലാം അറിയപ്പെട്ടത് ഇന്ത്യക്കാരൻ എന്ന പേരിലാണ്. And I always discuss with Shamsher when we meet in an international conference, state all India conference, about this festival with the intention, with the aspiration to start such in Karnataka also. ഇവിടെ നിയമസഭാ അവാർഡ് നേടിയത് നമുക്കെല്ലാം പ്രിയപ്പെട്ട മുകുന്ദേട്ടനാണ്. ഞങ്ങളുടെ എല്ലാം തലമുറയെ പ്രചോദിപ്പിക്കുകയും വായനക്കാരാക്കി മാറ്റുകയും ചെയ്ത എഴുത്തുകാരുടെ മുൻനിരയിലാണ് അദ്ദേഹം. വായന ലഹരിയായി മാറുന്ന ഒരു പുതിയ തലമുറ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇത്തരം പുസ്തകോത്സവങ്ങൾ അതിന് സഹായകരമാകുന്നു എന്ന് ഉറപ്പാണ്. ജനങ്ങളുടെ നിലവിളികളിൽ നിന്നാണ്, ആ നിലവിളികൾ കേട്ടുകൊണ്ടാണ് എഴുത്തുകാർ മഹത്തായ കൃതികൾ സൃഷ്ടിക്കുന്നത്. ലോകത്തിൽ ഒരു നിയമസഭയും ഒരു പുസ്തകോത്സവം നടത്തിയായി എവിടെയും രേഖപ്പെടുത്തിയായി എനിക്കറിയില്ല. ചരമോപചാരം. ഡോക്ടർ മൻമോഹൻ സിംഗ്, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് നിര്യാതനായത് ഈ അടുത്ത ദിവസമാണ്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 10 വർഷക്കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് 2004 മുതൽ 2014 വരെ അദ്ദേഹം പ്രധാനമന്ത്രി പദം വഹിച്ചു. മൻമോഹൻ സിംഗിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. MT വാസുദേവൻ നായർ. വിശ്വ സാഹിത്യകാരനായ MT വാസുദേവൻ നായർ വിട പറയുമ്പോൾ ഇതിഹാസ തുല്യമായൊരു ജീവിതത്തിനാണ് തിരശ്ശീല വീഴുന്നത്. MT വ്യത്യസ്തനാവുന്നത് ആവശ്യവേളകളിൽ ഉപയോഗിക്കുന്ന ആഴവും പരപ്പുമുള്ള വാക്കുകളുടെയും അർത്ഥഗർഭമായ മൗനത്തിലൂടെയുമായിരുന്നു. മതനിരപേക്ഷതയും ജനാധിപത്യവും വെല്ലുവിളിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ സ്വതസിദ്ധമായ മൗനം വെടിഞ്ഞ് അദ്ദേഹം വാചാലനായി. ഭാവനയിലും ഭാവുകത്തിലുമുള്ള നിറവ് കൊണ്ട് മാത്രമല്ല, നിലപാടുകളുടെ തെളിമയും MTയെ ബഹുമാന്യനും ജനപ്രിയനുമാക്കി മാറ്റി. നിർവചനങ്ങൾക്കപ്പുറമുള്ള മരണമില്ലാത്ത സാഹിത്യ സൃഷ്ടികളുടെ അദ്ദേഹം മരണമായി തുടരും. ആ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അന്തരിച്ച മഹത് വ്യക്തിയുടെ ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റെന്ന് മൗനമാചരിക്കാം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ, ഈ പുസ്തകോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 3ാം പതിപ്പിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകങ്ങളിലൂടെയും ആനുകാലികങ്ങളിലൂടെയും ആണ് മാനവിക ചിന്തകൾ ഉയർന്നു വരുന്നത്. സമൂഹത്തെ ജീർണവും ഇടുങ്ങിയതുമായ ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കുന്നത് വായനാ സംസ്കാരമാണ്. വായനാ സംസ്കാരം ഇല്ലാതാക്കാനുള്ള നടപടികൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. ഇത്തരം നടപടികൾ വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും ആശയങ്ങൾക്ക് സമൂഹത്തിൽ വേരുറപ്പിക്കാനുള്ള വഴി തുറക്കും. ലോകത്തെ മറ്റൊരു രാജ്യവുമായി താരതമ്യം ചെയ്യാനാകാത്ത വൈവിധ്യമാണ് നമ്മുടെ കരുത്ത്. അതിനാൽ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും ഐക്യവും അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. ആ ജാഗ്രതയാണ് നിയമസഭ
അന്താരാഷ്ട്ര പുസ്തകോത്സവവും അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവവും പോലുള്ള ജനകീയ സർഗാത്മക ഇടപെടലുകൾക്ക് പ്രേരണയാകുന്നത്. അത് കേരളത്തിൽ സാധ്യമാകുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. രാജ്യത്ത് മറ്റു പല ഇടങ്ങളിലും അത് സാധ്യമാകുന്നില്ല എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. എഴുത്തിൻ്റെയും വായനയുടെയും സംവാദത്തിൻ്റെയും പ്രസക്തി വർദ്ധിക്കുന്ന കാലമാണിത്. രാജ്യത്തിനാകെ അഭിമാനമായിരുന്ന ഭരണഘടനാ മൂല്യങ്ങളും സാംസ്കാരിക ബോധവും ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്തിന് ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ പോലും അധിക്ഷേപിക്കപ്പെടുന്നു. ചരിത്രത്തെ ദുർവ്യാഖ്യാനിക്കുക, ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ സിലബസുകളിൽ നിന്ന് മാറ്റുക, ഗുരുദേവനടക്കമുള്ള നവോത്ഥാന നായകർ പുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇതിനെതിരെ മാനവികതയുടെ ശക്തമായ പ്രതിരോധം തീർക്കാൻ വായന വേണം. ആശയപരമായ പരിണാമം വായന കൊണ്ടേ സാധിക്കൂ. ചരിത്രത്തിൽ ലോകപ്രശസ്ത എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ചുട്ടുകരിച്ചിട്ടുണ്ട്. എന്നാൽ വായനക്കാരിലൂടെയും എഴുത്തുകാരിലൂടെയും അക്ഷരങ്ങൾ ഉയർന്നെഴുന്നേറ്റ് എന്നതാണ് ചരിത്രം. മനുഷ്യനെ മുന്നോട്ട് നടത്താനും തിരുത്താനും വായന നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. ഭാഷകളെയും സംസ്കാരങ്ങളെയും ബഹുസ്വരതയും ഇല്ലാതാക്കാനുള്ള എല്ലാ ഭരണകൂട പദ്ധതികളെയും ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഏതൊരു സംവിധാനവും വ്യവസ്ഥയും കാലാന്തരത്തിൽ ജീർണതൾക്ക് വിധേയമാണ്. അതിനെ നവീകരിക്കുന്ന പുതിയ ശബ്ദങ്ങളും വെളിച്ചവുമാണ് വായന. വായന ലഹരിയായി മാറുന്ന ഒരു പുതിയ തലമുറ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇത്തരം പുസ്തകോത്സവങ്ങൾ അതിന് സഹായകരമാകുന്നു എന്ന് ഉറപ്പാണ്. ഈ പുസ്തകോത്സവം ജനാധിപത്യത്തിൻ്റെ ഒരു സാംസ്കാരിക സർഗോത്സവമായി മാറും എന്ന് ഉറപ്പാണ്. അക്ഷരാർത്ഥത്തിൽ അനന്തപുരി ഒരു പുസ്തക നഗരിയായി മാറുകയാണ്. കഴിഞ്ഞ 2 പുസ്തകോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ 3ാമത് എഡിഷൻ കുറേ കൂടി മെച്ചപ്പെടുത്തി എല്ലാ മനോഹാരിതയും നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഭംഗിയായി ഗംഭീരമായി ഇത് സജ്ജീകരിച്ച, അതിന് നേതൃത്വം കൊടുത്ത നിയമസഭാ സ്പീക്കറെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ 2 പുസ്തകോത്സവങ്ങളിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. ഇതിനും തീർച്ചയായും എല്ലാവിധ നേതൃത്വവും കൊടുത്തുകൊണ്ട് ഈ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. മലയാള സർഗാത്മക സാഹിത്യത്തിന് നിസ്തുല സംഭാവന നൽകിയ പ്രിയ എഴുത്തുകാരൻ ശ്രീ എം മുകുന്ദൻ, അദ്ദേഹത്തിന് ഇവിടെ ആദരിക്കപ്പെടുന്നുണ്ട്. ശ്രീ എം മുകുന്ദൻ അവരുടെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ദേവദത്ത് പട്നായിക്കിനെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥി ബഹുമാനപ്പെട്ട കർണാടക നിയമസഭാ സ്പീക്കർ ശ്രീ UT ഖാദർ ഫരീദിനെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ബഹുമാനായ ശ്രീ GR അനിലിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജിനെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IASനെ സ്വാഗതം ചെയ്യുന്നു. നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകോത്സവം വളരെ ഗംഭീരമായി വിജയിപ്പിക്കാൻ നേതൃത്വവുമായി പങ്കുവഹിച്ച ഈ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ എല്ലാ ജീവനക്കാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ മന്ത്രിമാർ, മുൻ MLAമാർ, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ബഹുജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഈ പുസ്തകോത്സവത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഞങ്ങളുടെ മുഖ്യാതിഥി കർണാടകയുടെ സ്പീക്കർ ശ്രീ UT ഖാദർ, നിയമസഭയുടെ 3ാമത് പുരസ്കാര ജേതാവ് ശ്രീ മുകുന്ദൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥി ശ്രീ ദേവദത്ത് പട്നായിക്,
ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജി ആർ അനിൽ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ഡോക്ടർ എൻ ജയരാജ്, അനുകുമാരി IAS, ഡോക്ടർ എൻ കൃഷ്ണകുമാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൂന്നാമത് KLIBF അല്പസമയം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരിതെളിയിക്കുന്നതോടുകൂടി തുടക്കം കുറിക്കാൻ പോവുകയാണ്. KLIBF ലെജിസ്ലേച്ചറിൻ്റെ ഒരു ബുക്ക് ഫെസ്റ്റിവലാണ്. 2 വർഷം പിന്നിട്ട് 3-ാം വയസ്സിലേക്ക് എത്തുമ്പം അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലിറ്റററി ഫെസ്റ്റിവലായി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോട് കമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലായി ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൻ്റെ ആത്മാർത്ഥമായ ശ്രമം, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിൻ്റെയും സഹായം എല്ലാം ഒത്തുചേർന്നപ്പോഴാണ് ഒരു അവഗണിക്കാൻ സാധിക്കാത്ത ലിറ്റററി ഫെസ്റ്റിവലായി ഈ KLIBF മാറിയത്. KLIBFൻ്റെ ഓരോ എഡിഷനിൽ വെച്ചും നിയമസഭയുടെ പുരസ്കാരങ്ങൾ ഞങ്ങൾ നൽകാറുണ്ട്. ആദ്യ പുരസ്കാരത്തിന് അർഹനായത് പ്രിയപ്പെട്ട ശ്രീ T പത്മനാഭനായിരുന്നു, പപ്പേട്ടനായിരുന്നു. രണ്ടാമത്തെ പുരസ്കാരത്തിന് അർഹനായത് ഈയിടെ അന്തരിച്ച ലോക സാഹിത്യത്തിന് ഈ നാട് സംഭാവന ചെയ്ത ലിറ്ററേച്ചറിലെ ഇന്ത്യയിലെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ശ്രീ MT വാസുദേവൻ നായർക്കായിരുന്നു. രണ്ടാമത് പുരസ്കാരം സമ്മാനിച്ച് 1 വർഷം തികയുമ്പോഴേക്കും MT നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 25-ാം തീയതിയാണ് ശ്രീ MT വാസുദേവൻ നായർ എന്ന നമ്മുടെ സ്വകാര്യ അഹങ്കാരം നമ്മളെ വിട്ട് പിരിഞ്ഞത്. സാഹിത്യ, അതുപോലെ തന്നെ സിനിമ, എഡിറ്റിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളിലും, കഥ, ചെറുകഥ തുടങ്ങിയ നോവലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം ഏതാണ്ട് 2 ആഴ്ച തികയുമ്പോഴേക്കാണ് നമ്മുടെ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്മരിക്കാതെ ഈ ഘട്ടം കടന്നു പോകുന്നതിന് ഔചിത്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ പരാമർശിക്കാൻ ഇടയായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടത് NE സുധീറുമായി നടത്തിയ അഭിമുഖമായിരുന്നു. ഓരോ അഭിമുഖങ്ങളോടും അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. ലിറ്റററി ഫെസ്റ്റിവൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറുത്തുനിൽപ്പാണ്. നാം ജീവിക്കുന്ന ലോകം AI-യുടെ കാലമാണ്. AI-യുടെ കാലത്ത് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൻഡ് ഓഫ് ഇമാജിനേഷൻ, സങ്കല്പത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ്. അറ്റൻഷൻ സ്പാൻ കുറയുന്ന കാലം. അറ്റൻഷൻ സ്പാൻ കുറയുന്ന കാലത്ത് അത് വായനയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു? ഒരുപക്ഷെ ഒരു പുസ്തകമെടുത്താൽ നേരത്തെ ഒരാൾ ഒരു പുസ്തകം ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർത്ത വളരെ വൊറേഷ്യസായ റീഡർമാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവരെപ്പോലും സ്വാധീനിക്കത്തക്ക നിലയിൽ ഡിജിറ്റലിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത്. അതുകൊണ്ട് ഇത്തരമൊരു കാലത്ത്, അറ്റൻഷൻ സ്പാൻ കുറയുന്ന കാലത്ത് എങ്ങനെ വായനയെ തിരിച്ചു പിടിക്കാം? അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ, മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, വർഗീയത ശക്തിപ്പെടാൻ ശ്രമിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പം സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ചെറുത്തുനിൽപ്പ്, റെസിസ്റ്റൻസ്, അതാണ് ഈ ഫെസ്റ്റിവലിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത, ഇതൊരു പ്രത്യേക ഒരു ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിനകത്ത് ഒരു പ്രിവിലേജ്ഡ് ഏരിയയിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം എല്ലാവർക്കും ഇവിടെ കടന്നു വരാൻ സാധിക്കുന്നു. എല്ലാ പ്രസാധകന്മാരെയും, സാധാരണക്കാരൻ മുതൽ കോർപ്പറേറ്റുകൾ വരെയുള്ള അവരുടെ പ്രസാധകന്മാർ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറുത്തുനിൽപ്പ് തന്നെയാണ്. ആധുനിക ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസത്തെക്കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു, വർഗീയത ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു, നമുക്കിടയിൽ പലതരത്തിലെ തെറ്റായ ചിന്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലമാണിത്. ഈ ഒരു കാലത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാർട്ടൂണുണ്ട്. ആ കാർട്ടൂൺ സതീഷ് ആചാര്യയുടെ കാർട്ടൂണായിരുന്നു. സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 2024 ഈ ലോകത്തോട് വിട പറഞ്ഞ 4 ഇന്ത്യക്കാരെ കുറിച്ചാണ്. അതിലൊന്ന് വിശ്വവിഖ്യാതനായ തബലിസ്റ്റ് ഉസ്താദ് സക്കീർ ഹുസൈൻ ആയിരുന്നു. മറ്റൊരാൾ ലോകമറിയപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റായ രത്തൻ ടാറ്റയായിരുന്നു. മൂന്നാമതൊരാൾ ലോകമറിയപ്പെട്ട നമ്മുടെ കഴിഞ്ഞ പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. നാലാമതൊരാൾ വിശ്വവിഖ്യാതനായ സിനിമാക്കാരൻ ശ്യാം ബെനഗലായിരുന്നു. അതിലൂടെ അദ്ദേഹം കൺവേ ചെയ്യുന്നത് ഈ 4 പേരും അറിയപ്പെട്ടത് മതത്തിൻ്റെ പേരിലായിരുന്നില്ല,
സക്കീർ ഹുസൈൻ അറിയപ്പെട്ടത് മുസ്ലിം എന്ന പേരിലായിരുന്നില്ല. മൻമോഹൻ സിംഗ് അറിയപ്പെട്ടത് സിഖ് എന്ന പേരിലായിരുന്നില്ല. ടാറ്റ അറിയപ്പെട്ടത് പാർസി എന്ന പേരിലായിരുന്നില്ല. ശ്യാം ബെനഗൽ അറിയപ്പെട്ടത് ഹിന്ദു എന്ന പേരിലായിരുന്നില്ല. ഇവരെല്ലാം അറിയപ്പെട്ടത് ഇന്ത്യക്കാരൻ എന്ന പേരിലാണ്. അതെ, നമുക്ക് ഇന്ത്യക്കാരൻ എന്ന പേരിൽ അറിയപ്പെടാൻ സാധിക്കണം. മറിച്ച് സങ്കുചിത ജാതിമത ചിന്തക്ക് അതീതമായി ഇന്ത്യ എന്ന വിശാല പ്ലാറ്റ്ഫോമിൽ ഈ രാജ്യത്തെ നമുക്ക് എല്ലാ കാലത്തും യോജിപ്പിച്ച് നിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം. അതിന് ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഇത്തരം ഫെസ്റ്റിവലുകൾ. KLIBFൻ്റെ 3rd എഡിഷൻ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതും ഇതൊരു ചെറുത്തുനിൽപ്പാണ്, റെസിസ്റ്റൻസ് മൂവ്മെൻ്റാണ്. സാംസ്കാരിക മേഖലയിൽ പലതരത്തിൽ അരാജക ചിന്തകളും നമുക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ഈ ചെറുത്തുനിൽപ്പായി KLIBFൻ്റെ 3rd എഡിഷൻ മാറും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇതുമായി സഹകരിച്ചവരോടെല്ലാം ഈ ഘട്ടത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് KLIBFൻ്റെ 3rd എഡിഷൻ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നന്ദി സർ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെയും സാദരം ക്ഷണിക്കുന്നു. ഇൻവൈറ്റിംഗ് ഓൾ ദ ഡിഗ്നിറ്ററീസ് ഫോർ ലൈറ്റിംഗ് ദ സെറമോണിയൽ ലാമ്പ്. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. 2-3 വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ അറിയപ്പെടുന്ന സാഹിത്യോത്സവങ്ങളുടെ മാപ്പിൽ അടയാളപ്പെടും വിധം ഈ പുസ്തകോത്സവം ശ്രദ്ധേയമായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഇതര നിയമസഭകൾക്കും ഇന്ത്യൻ പാർലമെൻറ്റിന് തന്നെയും മാതൃക കാട്ടിയിട്ടുള്ള കേരള നിയമസഭ സാഹിത്യോത്സവത്തിൻ്റെ കാര്യത്തിലും മാതൃക കാട്ടാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ഇളം തലമുറയെ അക്ഷരങ്ങളുടെ, പുസ്തകങ്ങളുടെ വെളിച്ചത്തിലേക്ക് വലിയ തോതിൽ ആകർഷിക്കുന്ന വിധത്തിലാണ് നടത്തപ്പെടുന്നത് എന്നതും പുറത്തുനിന്ന് വളരെ പ്രമുഖരായ സാഹിത്യ പ്രതിഭകൾ എത്തുന്നു എന്നതും അവരുമായി ആശയവിനിമയം നടത്താൻ കേരളത്തിലെ വായനാ സമൂഹത്തിന് ഇത് അവസരമൊരുക്കുന്നു എന്നതും നമുക്കെല്ലാം സന്തോഷം പകരുന്ന കാര്യമാണ്. എഴുത്തുകാർ അംഗീകൃത നിയമനിർമ്മാക്കൾ തന്നെയാണ് എന്ന് ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിലുള്ളതാകട്ടെ അംഗീകൃത നിയമനിർമ്മാതാക്കളുമാണ്. രണ്ടാമത്തെ കൂട്ടരും ആദ്യത്തെ കൂട്ടരും സംഗമിക്കുന്ന സംവാദവേദി കൂടിയാണ് ഇവിടെ ഒരുങ്ങുന്നത്. എഴുത്തുകാർ സമൂഹത്തിൻ്റെ മാനസിക ജീവിതത്തിനുള്ള നിയമങ്ങൾ സർഗാത്മകമായി ഒരുക്കുന്നു.
MLAമാർ ജനങ്ങളുടെ ഭൗതിക ജീവിതത്തിനുള്ള നിയമങ്ങൾ ഭരണഘടനാപരമായി ഒരുക്കുന്നു. ഇരു നിയമങ്ങളും ഇവിടെ സംഗമിക്കുകയാണ്. കേരള നിയമസഭയ്ക്ക് സാഹിത്യ പ്രതിഭകൾ ഒരിക്കലും അന്യമായിരുന്നിട്ടില്ല. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും തോപ്പിൽ ബാസിയും മുതൽ പ്രൊഫസർ MK സാനുവും കവി കടമ്മനിട്ട രാമകൃഷ്ണൻ വരെയായി എത്രയോ പ്രഗത്ഭർ നമ്മുടെ സഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. സാഹിത്യ പ്രതിഭകൾ ദേശീയ തലത്തിലെ പരമോന്നത പുരസ്കാരങ്ങൾ നാടിനും ഭാഷയ്ക്കും സംസ്കാരത്തിനുമായി നേടിത്തരുമ്പോൾ അവരെ ഏകണ്ഠമായി പ്രശംസിച്ച ചരിത്രവും ഈ സഭയ്ക്കുണ്ട്. സഭയിൽ അംഗങ്ങളായിരുന്ന EMS, അച്യുതമേനോൻ, P. ഗോവിന്ദപിള്ള, NE ബാലറാം തുടങ്ങി എത്രയോ പ്രമുഖർ സാഹിത്യരംഗത്തുകൂടി സംഭാവനകൾ ചെയ്തവരാണ് എന്നതിൻ്റെ സ്മരണ ഉയർത്തുന്ന പശ്ചാത്തലവും നമുക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിയമസഭാ പുസ്തകോത്സവം നടത്താൻ തീരുമാനിച്ചതിൽ പ്രത്യേകമായ ഒരു ഔചിത്യ ഭംഗിയുണ്ട്. അത് ഗംഭീരമായ വിജയമാകുന്നു എന്നത് നമ്മുടെ അഭിമാനമാണ്. പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. യുനെസ്കോക്ക് ഓരോ വർഷവും ഓരോ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായി അംഗീകരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഡൽഹി ഈ വിധത്തിലൊരിക്കൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരത്തിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ പുസ്തക തലസ്ഥാനം, വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എന്ന പദവിക്ക് അർഹതയുണ്ടെങ്കിൽ ആദ്യം തന്നെ പരിഗണനയ്ക്ക് വരേണ്ടത് നമ്മുടെ ഈ കേരളത്തിൻ്റെ നഗരങ്ങളാണ്. തലസ്ഥാനത്തിന് പുസ്തകോത്സവങ്ങളുടെ കൂടി തലസ്ഥാനമാവാനുള്ള സർവ്വയോഗ്യതയുമുണ്ട്. ഇതിനായി യുനെസ്കോക്ക് ഈ പുസ്തകോത്സവത്തിൻ്റെ ദൃഷ്ടാന്തം കൂടി മുൻനിർത്തി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർക്ക് കത്തയക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. യുനെസ്കോ അത് അംഗീകരിക്കുമെന്നും കോഴിക്കോട് ലോക സാഹിത്യ നഗരിയായതുപോലെ തിരുവനന്തപുരം യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സ്ഥാനത്തിന് അർഹമാവുമെന്നും പ്രത്യാശിക്കട്ടെ. 1945 UN രൂപീകൃതമായത്. അതേ വർഷം തന്നെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു നമ്മൾ. MB പോൾ SPCS രജിസ്റ്റർ ചെയ്യുന്നതും അന്നാണ്. നാഷണൽ ബുക്ക് സ്റ്റാൾ തുറക്കുന്നതും അന്നാണ്. UN-ൻ്റെ സമാരംഭത്തിൽ തന്നെ അക്ഷരവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ആഘോഷപൂർവ്വം ആരംഭിച്ച ഈ കേരളത്തിൻ്റെ തലസ്ഥാനത്തിന് തന്നെയാണ് യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ പദവി കിട്ടേണ്ടത്. അത് നേടിയെടുക്കുമെന്ന പ്രതിജ്ഞയോടെയാവട്ടെ ഈ അക്ഷരോത്സവത്തിൻ്റെ സംരംഭം. ഈ പദവി ലഭിക്കുന്നതിലൂടെ ലോക സാഹിത്യ ഉത്സവ ഭൂപടത്തിൽ അടയാളപ്പെടട്ടെ ഈ തിരുവനന്തപുരം. ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം M. മുകുന്ദന്
സമർപ്പിക്കുകയാണ്. പരമ്പരാഗതവും സാമ്പ്രദായികവുമായ എഴുത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നടന്നുകൊണ്ട് രചനയിലും ആസ്വാദനത്തിലും പുതുവഴി വെട്ടിത്തുറന്ന എം മുകുന്ദൻ്റെ സ്ഥാനം മലയാളത്തിൽ ഏറ്റവുമധികം വായനക്കാരുള്ള എഴുത്തുകാരുടെ നിരയിലാണ്. തകഴി, കേശവദേവ്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബികാന്തർജനം, പൊൻകുന്നം വർക്കി, ചെറുകാട് തുടങ്ങിയ നവോത്ഥാന സാഹിത്യ പ്രതിഭകളുടെ തലമുറയ്ക്ക് ശേഷം മലയാള കഥാനോവൽ സാഹിത്യ മണ്ഡലങ്ങളിൽ ഏറ്റവുമധികം മുഴങ്ങി നിന്നത് ഒ വി വിജയൻ്റെയും എം മുകുന്ദൻ്റെയും ആനന്ദിൻ്റെയും ശബ്ദങ്ങളാണ്. തൊട്ടു മുൻപുള്ള തലമുറയുടെ ചരിത്രത്തെ വ്യാഖ്യാനിച്ചും സമകാലിക ജീവിതത്തെ പ്രതിഫലിപ്പിച്ചും പുതിയൊരു സാഹിത്യമുണ്ടാക്കി. മുകുന്ദൻ്റെ തലമുറയാകട്ടെ പാശ്ചാത്യ ആധുനികതയുടെ വെളിച്ചത്തിൽ പുതിയൊരു ഭാഷയും ആസ്വാദന സംസ്കാരവും ഉണ്ടാക്കി. വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു തൊട്ട് മുൻ തലമുറയിലെ സാഹിത്യമെങ്കിൽ മനോഭാവങ്ങളെ അപഗ്രഥിക്കുന്നതായി എം മുകുന്ദൻ്റെ തലമുറയുടെ സാഹിത്യം. അതിൽ മുകുന്ദന് വെളിച്ചം പകർന്നതാകട്ടെ ഫ്രഞ്ച് സാഹിത്യത്തിലെ ആധുനികതയാണ്. ലോക സാഹിത്യത്തിലെ ചലനങ്ങൾ കേരളത്തിൽ അവതരിപ്പിച്ച എം മുകുന്ദൻ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് ആദരിക്കപ്പെടുന്നതിൽ പ്രത്യേകമായ ഒരു ഔചിത്യ ഭംഗിയുണ്ട്. ഓരോ പഞ്ചായത്തിലും നിരവധി ഗ്രന്ഥശാലകളുള്ള ഏക സംസ്ഥാനം. ചിലപ്പോൾ 10ഉം 10ലധികവുമൊക്കെ ഗ്രന്ഥശാലകളുള്ള പഞ്ചായത്തുകളെ നമുക്ക് കാണാൻ കഴിയും. അത് അങ്ങനെയുള്ള ഏക സംസ്ഥാനം നമ്മുടെ കേരളമായിരിക്കുമെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാം. 8,000-ഓളം വായനശാലകൾ കേരളത്തിലുണ്ട്. 30ഓളം സാഹിത്യോത്സവങ്ങൾ കേരളത്തിലുണ്ട്. ചിലത് ചെറിയവയാണ്, ചിലത് വലിയവയാണ്. വയനാട്, പെരുവനം, പയ്യന്നൂർ, കടത്തനാട്, ഇങ്ങനെ ഓരോ നാടിൻ്റെയും പേരിൽ വരെ അറിയപ്പെടുന്ന പുസ്തകോത്സവങ്ങൾ ഇന്നുണ്ട്. കുട്ടികളുടെ വായന പരിപോഷിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. വർഷം തോറും കോടിക്കണക്കിന് ബാലസാഹിത്യ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുമുണ്ട്. വായന മരിക്കുന്നുവെന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ പോലും വായന തളിർക്കുന്ന അനുഭവം നിലനിന്ന നാടാണിത്. ഞങ്ങളെ നാട്ടിലൊരു അനുഭവം പറയുക, ബീഡി തൊഴിലാളികളുടെ. ബീഡി തെറുത്തുകൊണ്ടിരിക്കെ പോലും പുസ്തകങ്ങൾ വായിച്ച് കേട്ടിരുന്നവരുടെ പൈതൃകമുള്ള നാടാണ് നമ്മുടേത്. ഒരാൾ പുസ്തകം വായിക്കും, മറ്റുള്ളവർ ജോലിയെടുക്കും. അപ്പോൾ അയാളെങ്ങനെ ജോലി ചെയ്യുമെന്നൊരു സംശയം വേണ്ട. അയാൾ തെറുക്കേണ്ട ബീഡി മറ്റുള്ളവരെല്ലാവരും കൂടി തെറുത്ത് കൊടുക്കും. അതാണ് നടന്നിരുന്നത് ബീഡി ബ്രാഞ്ചുകളിൽ. ഇങ്ങനെ ലോകം ഓഡിയോ ബുക്കിനെക്കുറിച്ച് സങ്കല്പിക്കുന്ന കാലത്തിന് മുൻപ് ഇങ്ങനെ മറ്റൊരു രൂപത്തിൽ ഓഡിയോ ബുക്ക് സംവിധാനം ഏർപ്പെടുത്തിയവരുടെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഫിസിക്കൽ ബുക്ക് ഷോപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. ഇ റീഡിംഗ് വന്നപ്പോൾ പോലും പുസ്തകം കയ്യിലെടുത്ത് അതിൻ്റെ പുതുമയുടെ ഗന്ധം ആസ്വദിച്ച് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നാടാണിത്. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ ബാക്ക് ബുക്ക് വിപ്ലവം, അതായത് ഗ്രന്ഥങ്ങൾ ജനസാമാന്യത്തിന് എന്ന തത്വം മുൻനിർത്തിയുള്ള അക്ഷര വിപ്ലവം സാധ്യമാക്കിയ നാടാണിത്. 1956 തോന്നുന്നു തകഴിയുടെ ചെമ്മീനിൻ്റെ 10,000 പ്രതികൾ ബുക്ക് ഒന്നിന്
കേവലം 1.25 രൂപ നിരക്കിൽ സാഹിത്യപ്രവർത്തക സഹകരണ സംഘം ജനങ്ങളിലേക്ക് എത്തിച്ചു. അതാണ് കേരളത്തിലെ പേപ്പർ ബാക്ക് വിപ്ലവം, ബുക്ക് ടു മാസസ് വിപ്ലവത്തിൻ്റെ തുടക്കം. ബുക്ക് ടു മാസസിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് ലിറ്ററേച്ചർ ടു മാസസ് എന്ന നിലയിലേക്ക് പുസ്തകങ്ങളെയും സാഹിത്യത്തെയും കുറിച്ചുള്ള കേരളത്തിൻ്റെ സങ്കല്പം ഇന്ന് വളരുകയാണ്. അതിൻ്റെ ദൃഷ്ടാന്തമാണ് അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തത്തോടെ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പുസ്തകോത്സവങ്ങളും ലിറ്ററേച്ചർ ഫെസ്റ്റുകളും. ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ അവയിൽ വളരെ ശ്രദ്ധേയമായ ഒന്നായി മാറാൻ നമ്മുടെ ഈ നിയമസഭാ പുസ്തകോത്സവത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ്. കൂടുതൽ ഉയരങ്ങൾ കൈയടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 3ാമത് എഡിഷൻ സന്തോഷപൂർവ്വം ഉദ്ഘാടനം നിർവഹിച്ചതായും നിയമസഭാ പുരസ്കാരം അഭിമാനപൂർവ്വം എം മുകുന്ദന് സമർപ്പിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. നിയമസഭാ അവാർഡ് സമ്മാനിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ എം മുകുന്ദൻ അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
every syllable that is spelled out is a spark. Kerala's efforts have ignited a fire of learning and inspiration that can illuminate minds and foster cultural prosperity across the country. These book festivals are not just gathering, they are the transformative events, as the books are the silent architects of progress, shaping minds and nurturing dreams. By uniting the progressive thinkers from around the world, for students, they serve as a treasure of knowledge, offering to explore diverse genres, authors, and ideas. Behind students, book fairs unite communities. They bring together readers, writers, publishers, and thinkers, fostering dialogue, cultural exchange, and social unity. They are the platform of local authors and publishers to showcase their talents, contributing to the regional heritage and economical growth. Despite the revenue borders, Karnataka and Kerala share an unparalleled culture synergy, from Yakshagana to Kathakali, from the rhythmic beats of folk music to the coastal delicious that grace our kitchens. Both states celebrate a rich tapestry of traditional harmony. Books too transcend these borders, connect the people of Karnataka and Kerala to the shared stories and dreams. This festival symbolizes the connections, a bridge not defined by geography, by the shared passion of knowledge and culture. Kerala and Karnataka have an immense potential to collaborate across the various sectors. Education, tourism, environmental conservation, together we can achieve remarkable milestones and set a national example of regional harmony and progress. Joint educational programs, students exchange initiatives can foster mutual learning and cultural understanding. Collaborative tourism campaigns can highlight the nature, the beauty, heritage sites, the cultural richness of both the states, attracting more visitors. Joint efforts in environmental preservation, substantial practices can benefit the ecological well-being of the region. As Mahatma Gandhi once said, you may never know what results comes of your action, but if you do nothing, there will be no result. This is the urgent call for action to work hand in hand to create a better, harmonious future that benefits not just our state, but the nation as a whole. I am truly delighted to witness this celebration of literature and learn that over 300 books covering diverse topics such as politics, literature, the environment, and social issues will be launched, accompanied by the 60+ engaging discussions featuring the eminent personalities from political, cultural, and social spheres. With participation over the 150 national and international publishers, I like to extend my heartful congratulations to the distinguished writer M. Mukundan on receiving the Kerala Legislative Assembly Award for his outstanding contribution to literature, art, and culture. On this occasion, I like to remember and honor the late Sri M.T. Vasudevan Nair, an esteemed writer and a recipient of Padma Bhushan and Janapita Award. His demise is a great loss to us. His remarkable contribution to Malayalam literature and cinema through his accumulated novel, short stories, and screenplays have profoundly enriched our culture, heritage, and left an everlasting legacy. His works continue to inspire and illuminate minds across the generations. Sri Nair, who actively participated and delivered the keynote address in the first edition of this book, is no longer with us. May his soul rest in eternal peace. Let this book festival inspire the creation of many more M.T. Vasudevan Nairs in the future, contributing to the field of literature and the nation's intellectual wealth. As Neil Gaiman said, a book is a dream that you hold in your hands. This festival is not just a deliberation, it's a moment, a real affirmation of our shared commitment to knowledge and its transformative power. Together, let us celebrate the unity in diversity, embrace the boundless opportunity that lie ahead for a brighter, more enlightened future. I thank the speaker, the Chief Minister, opposition leader, and entire the government of Karnataka for having this wonderful program over here. I like to remember and like to quote also. I see sometimes in the news or in my social media, when our coastal Karnataka MLAs like Manjush ML Ashraf or Kasaragod and Nennikuno speaks in Kannada, you all, including the Chief Minister, opposition leader, and all the MLAs and all the ministers,
you all support and you all support them and you encourage them by clapping them and by benching, hitting the bench. It shows your generosity and it shows a message to the country. If any language and culture should be enhanced, you have to love other culture and other language. By hating any culture and any language, no language can upgrade themselves. I think you are one of the inspiration, your assembly is one of the inspiration for the culture, and I am sure that not only Kerala, entire India will follow you in this type of culture and harmonious traditions. Let me conclude the quote by our people's president and scientist Dr. APJ Abdul Kalam. Learning gives creativity, creativity leads to the thinking, thinking provides knowledge, and knowledge makes you great. I take this opportunity once to thank, and I always discuss with Shamsir when we meet in an international conference, state All India conference about this festival, with the intention, with the aspiration to start such in Karnataka also. By calling me here and be a part of this program, you have not only inspired me, now you have put me in in a place. I have to go and start our book festival in Karnataka in the next year. So seeking a support and suggestion and thanking each and everyone for this wonderful program organized over here. Seeking all your blessings and support this to future come. I take this opportunity to warmly welcome all the CM, the Deputy CM, our opposition leader, speaker, and all the members of the assembly and all the people of Kerala to visit Karnataka and let us share our knowledge and network and strengthen collaboration building a better India and a brighter India. Thank you, one and all. Namaskar. താങ്ക് യു സർ. നിയമസഭ അവാർഡ് ജേതാവ് ശ്രീ എം മുകുന്ദൻ അവർകളെ മറുമൊഴിക്കായി സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ, എൻ്റെ സുഹൃത്തു കൂടിയായ AN ഷംസീർ, പിന്നെ നമ്മുടെ അതിഥി സംസ്ഥാനത്തിൽ നിന്ന് വന്ന നിയമസഭാ സ്പീക്കർ ശ്രീ UT ഖാദർ ഫരീദ്, വേദിയിലിരിക്കുന്ന നമ്മുടെ സ്വന്തം മന്ത്രിമാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു അവിസ്മരണീയമായ മുഹൂർത്തമാണിത്. ഒരുപക്ഷെ ഞാൻ എന്നും ഓർക്കുന്ന ഒരു നിമിഷം. ഈ നിമിഷം എനിക്ക് നൽകിയതിൽ ഞാൻ നമ്മുടെ സർക്കാരിനോടും നിയമസഭയോടും നന്ദി പറയുന്നു. ഇത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി തുടരും. ഒരു നിയമസഭ വലിയൊരു പുസ്തകോത്സവം നടത്തുക, ഏതെങ്കിലും ഒരു നിയമസഭ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തിൽ ഒരു നിയമസഭയും ഒരു പുസ്തകോത്സവം നടത്തിയതായി എവിടെയും രേഖപ്പെടുത്തിയായി എനിക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഒരു നിയമസഭ ഒരു എഴുത്തുകാരന് ഒരു പുരസ്കാരം നൽകുന്നതും അങ്ങനെ എഴുത്തുകാരനെ ആദരിക്കുന്നതും. അതും ലോകത്തിൽ എവിടെയെങ്കിലും നടന്നതായി എനിക്ക് അറിയില്ല. പക്ഷേ അത് ഒരു മാതൃകയാണ്, മറ്റുള്ളവർക്ക് അനുകരിക്കാനുള്ളതാണ്. നമ്മുടെ അയൽ സംസ്ഥാനം കർണാടക അത് അനുകരിച്ച് കഴിഞ്ഞു. അതിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം തീർച്ചയായിട്ടും അത് സന്തോഷിക്കാനുള്ള ഒരു മുഹൂർത്തമാണ്. ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് കാലം എത്രയോ ആയി. 1 അല്ല 2 അല്ല 60ഓളം വർഷങ്ങൾ. പിന്നെ എഴുതിയാണ് എനിക്ക് വാർദ്ധക്യം വന്നത്. എൻ്റെ തല നരച്ചതും എഴുതിയാണ്. എഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ തലമുടി ഇപ്പോഴും കറുത്തിരിക്കുമായിരുന്നു. അക്ഷരങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരം എളുപ്പമായിരുന്നില്ല. എല്ലാ ദീർഘയാത്രകളിലും എന്ന പോലെ എൻ്റെ യാത്രയും ദുർഘടമായിരുന്നു. ആദ്യകാലത്ത് തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലായിടത്തും അടഞ്ഞ വഴികളായിരുന്നു. എന്നിട്ടും യാത്ര തുടർന്നു.
അതിന് സാധിച്ചത് നാടും നാട്ടുകാരുമാണ്. പിന്നെ നാട്ടിൻ്റെയും നാട്ടുകാരുടെയും സഹകരണമില്ലാതെ എഴുത്തുകാരന് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല. നാടും നാട്ടുകാരും മാത്രമല്ല, ചിലപ്പോൾ സർക്കാരും എഴുത്തുകാരന് ആവശ്യമാണ്. എഴുത്തുകാർ സർക്കാരിന് ബലം നൽകും എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. മറിച്ചും സംഭവിക്കാം, സർക്കാർ എഴുത്തുകാരനും ബലം നൽകും. അതിനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കുറേ മുമ്പ് ഞാൻ ഡൽഹിയിൽ നിന്ന് എൻ്റെ ഡൽഹി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നപ്പോൾ സർക്കാർ എനിക്ക് നൽകിയ സാഹിത്യ അക്കാദമി അധ്യക്ഷ പദവിയാണ്. തകഴി ശിവശങ്കരപ്പിള്ളയും MT വാസുദേവൻ നായരും വരുന്ന ഒരു സ്ഥാനമാണത്. അതും എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവസാനം ഈ ദുർഘടമായ യാത്രയിൽ കൂടെ മുമ്പോട്ട് പോയി ഞാൻ ഇവിടെ എത്തി. കേരള നിയമസഭയുടെ ആദരവ് ഏറ്റുവാങ്ങാനായി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ഇതിനകം ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് സാംസ്കാരിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള നിയമസഭ ഏർപ്പെടുത്തിയ ഈ പുരസ്കാരമാണ്. കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഏറ്റവും സമുന്നതവും പവിത്രവുമായ ഒരു ഇടമാണ് നിയമസഭ. 3.5 കോടി ജനങ്ങൾ നീതിക്കും തുല്യതയ്ക്കും വേണ്ടി ഉറ്റുനോക്കുന്ന മഹനീയമായ സ്ഥാപനമാണിത് നിയമസഭ. ആ നിയമസഭയാണ് എനിക്കൊരു പുരസ്കാരം നൽകുന്നത്. ആ പുരസ്കാരം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. 1957-നും 1959-നും ഇടയിൽ വളരെ സുപ്രധാനമായ 2 നിയമനിർമ്മാണങ്ങൾ നമ്മുടെ നിയമസഭയിൽ നടന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്ത EMSൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാരാണ് ഈ നിയമനിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി KR ഗൗരിയമ്മ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമമാണ് ഒന്ന്. വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലാണ് മറ്റൊന്ന്. EMS സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കിയ ഈ 2 ഐതിഹാസിക നിയമപരിഷ്കാരങ്ങളും കേരളത്തെ മാറ്റിമറിച്ചു. അത് പുതിയൊരു കേരളത്തെ നിർമ്മിച്ചു. അതുകണ്ട് ലോകം അമ്പരന്നു, അല്പം അസൂയപ്പെടുകയും ചെയ്തു. അങ്ങനെ കർഷകർ ചോരയും വിയർപ്പും വീഴ്ത്തിയ മണ്ണ് അവസാനം അവരുടേതായി. കർഷക ഭൂമി കർഷകരുടേതായി. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അധ്യാപകർക്ക് അവരർഹിക്കുന്ന വേതനം ലഭിച്ചിരുന്നില്ല. വിദ്യാഭ്യാസ നിലവാരം തകർന്നടിഞ്ഞിരുന്നു. അവിടെയും വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നു. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അവകാശികൾ വിദ്യാർത്ഥികളും അധ്യാപകരുമായി. കേരളത്തെ മഹിതമാക്കിയ നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന നിയമസഭയാണ് ഇന്ന് എന്നെ ആദരിക്കുന്നത്. അതെന്നെ കോരിത്തരിപ്പിക്കുന്നു. മൺമറഞ്ഞു പോയ ആ പഴയകാല നേതാക്കളെ ആദരപൂർവ്വം കൃതജ്ഞതാപൂർവ്വം ഞാനിവിടെ അനുസ്മരിക്കട്ടെ. എനിക്ക് ഒരു ചെറിയ സ്വപ്നമുണ്ട്, വളരെ ചെറിയൊരു സ്വപ്നമാണ്. അത് ഇതാണ്: നാടിൻ്റെ പുനർനിർമ്മിതി നിലക്കാത്ത ഒരു പ്രക്രിയയാണ്. അത് 57-ൽ ആരംഭിച്ചതാണ് ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിലേക്കുള്ള നമ്മുടെ പ്രയാണം. അതുകൊണ്ട് നമ്മുടെ നിയമസഭ 1957-ൽ തുടങ്ങി വെച്ച ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ആ ദൗത്യം തുടരേണ്ടതുണ്ട്. അതെവിടെയും നിന്നു പോകരുത്. നാം അത് തുടരണം. മാത്രമല്ല, മറ്റൊരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത് വർഗീയതയും ഫാസിസത്തെയും ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത് എന്നതാണ്.
ദൈവങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ്. ദൈവങ്ങൾ ആഗ്രഹിക്കുന്നില്ല വർഗീയതയോ ഫാസിസമോ നമ്മുടെ നിയമസഭയിലോ നമ്മുടെ ജീവിതത്തിലോ കടന്നു വരണമെന്ന് ഒരു ദൈവവും ആഗ്രഹിക്കുന്നില്ല. നിയമസഭയും എഴുത്തുകാരും തോളോട് തോൾ ചേർന്ന് നിന്ന് 3.5 കോടി ജനങ്ങളുടെ നന്മക്കായി പ്രവർത്തിക്കണം. അത് ഒരു വലിയൊരു സംരംഭമാണ്, വലിയൊരു ദൗത്യമാണ്. പക്ഷെ നമുക്കത് നിർവഹിക്കാൻ സാധിക്കും. ഞാൻ ആ ദൗത്യത്തിൻ്റെ കൂടെയുണ്ടാവും, സർക്കാരിൻ്റെ കൂടെയുണ്ടാവും, പ്രതിപക്ഷത്തിൻ്റെ കൂടെയും ഉണ്ടാവും. ജനങ്ങളുടെ ആദികളും അഭിലാഷങ്ങളും ആദ്യം പ്രതിഫലിക്കുന്നത് സാഹിത്യ രചനകളിലാണ്. മുമ്പ് നമ്മുടെ നാട്ടിൽ തോട്ടികളുണ്ടായിരുന്നു. പുതിയ തലമുറക്കറിയില്ല ആരാണ് തോട്ടിയെന്ന്. പുതിയ തലമുറയോട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷേ അവർ ഉണ്ടായിരുന്നു. മാലിന്യം ചുമന്ന് ദുർഗന്ധം പരത്തി ജീവിക്കുവാൻ ശപിക്കപ്പെട്ടവരായിരുന്നു അവർ. തകഴി ശിവശങ്കരപ്പിള്ള അവരുടെ നിലവിളികൾ കേട്ടു. അദ്ദേഹം ആലപ്പുഴയിലേക്ക് ഓടിച്ചെന്നു. അങ്ങനെ നമുക്ക് തോട്ടിയുടെ മകൻ എന്ന നോവൽ കിട്ടി. അത് തോട്ടികളായ ഇശിക്കുമുത്തുവിൻ്റെയും ചുടലമുത്തുവിൻ്റെയും നെഞ്ചുരുക്കുന്ന കഥ പറയുന്ന നോവലാണ്. ഇനി മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കുവാൻ വേണ്ടി മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കർഷകർ വയനാട്ടിലേക്ക് കൂട്ടമായി കുടിയേറിപ്പാർത്ത ഒരു കാലമുണ്ടായിരുന്നു. അവരൊരു പുതിയ ജീവിതം സ്വപ്നം കണ്ടു, പുതിയൊരു ഭാവി സ്വപ്നം കണ്ടു. മണ്ണുമായി മല്ലടിക്കുവാൻ അവർ തയ്യാറായിരുന്നു. അവർ മണ്ണ് ഉഴുതുമറിച്ച് കൃഷി ചെയ്തു. പക്ഷേ പ്രകൃതിക്ഷോഭങ്ങളും വന്യമൃഗങ്ങളും മലമ്പനിയും അവരെ കൊന്നൊടുക്കി. അവരുടെ നിലവിളികൾ കേട്ട് എസ്.കെ. പൊറ്റക്കാട് വയനാട്ടിലേക്ക് ഓടിച്ചെന്നു. അങ്ങനെ നമുക്ക് വിഷകന്യ എന്ന നോവൽ കിട്ടി. എഴുത്തുകാർ അങ്ങനെ എപ്പോഴും ജനങ്ങളുടെ ശബ്ദത്തിനു വേണ്ടി കാതോർക്കുന്നുണ്ട്. അത് പിന്നെ പൊറ്റേക്കാടിൻ്റെയും തകഴിയുടെയും കാര്യത്തിൽ മാത്രമല്ല, അതിന് ശേഷം വന്ന എഴുത്തുകാരുടെ കാര്യത്തിൽ നമുക്കത് കാണാം. വിയോജിപ്പുകൾ മാത്രമുള്ള സമൂഹത്തിൽ നിന്ന് യുവാക്കൾ തിരസ്കൃതരായി, ബഹിഷ്കൃതരായി. അവർക്ക് ഭൂതകാലവും ഭാവികാലവും നഷ്ടപ്പെട്ടു. അവരുടെ ആത്മാവുകൾ ശിഥിലമായി. അശരണരും അനാഥരുമായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അവർ. ഒ.വി. വിജയൻ അവരുടെ ആത്മരോദനങ്ങൾ കേട്ടു. അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നു. അങ്ങനെ നമുക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം ലഭിച്ചു. നോക്കൂ, ജനങ്ങളുടെ നിലവിളികളിൽ നിന്നാണ്, ആ നിലവിളികൾ കേട്ടുകൊണ്ടാണ് എഴുത്തുകാർ മഹത്തായ കൃതികൾ സൃഷ്ടിക്കുന്നത്. തകഴി രണ്ടിടങ്ങഴി എഴുതി, പൊറ്റക്കാട് പിന്നെ വിഷകന്യക എഴുതി, ഒ.വി. വിജയൻ ധർമ്മപുരാണം എഴുതി, ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതി. അങ്ങനെ എഴുത്തുകാർ പിന്നെ ജനങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ട്, അവരുടെ കണ്ണീർ പ്രവാഹം കണ്ടുകൊണ്ട് എഴുതുന്നു. അങ്ങനെയാണ് സാഹിത്യം മുന്നോട്ട് പോകുന്നത്. എവിടെ മനുഷ്യവിലാപങ്ങൾ ഉയരുന്നുവോ അവിടെയെല്ലാം എഴുത്തുകാർ ഓടിയെത്തുന്നതാണ് നമ്മൾ കണ്ടത്. അവർ അങ്ങനെ ഇനിയും ഓടിയെത്തും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സമൂഹത്തിൻ്റെ ആശങ്കകളും ആദികളും മറ്റാരേക്കാളും നന്നായി എഴുത്തുകാർക്കറിയാം. അതുകൊണ്ട് ഭരണകൂടം എഴുത്തുകാരുമായി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കണം. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വലിയൊരു റിസ്ക് എടുക്കുകയാണ്. കാരണം എഴുത്തുകാർ സർക്കാരിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് പിന്നെ സാധാരണയായി പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി പിണറായി സർക്കാർ എന്നെ നിയമിച്ചപ്പോൾ വലിയൊരു ആരോപണം അതായിരുന്നു, എഴുത്തുകാരൻ അധികാരത്തിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു ചോദ്യം, ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചു, സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ ആയി വരേണ്ടത് എഴുത്തുകാരനല്ലെങ്കിൽ പിന്നെ ആരാണ് എന്നുള്ളതാണ് കേട്ടോ. അത് പിന്നെ എഴുത്തുകാരനത് ആരാണ്? ഒരു പിന്നെ വിപണി, ഒരു കച്ചവടക്കാരനാണോ? നമുക്കൊരു കച്ചവടക്കാരനെ അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഉടമയെ നമുക്ക് അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ്. എഴുത്തുകാർ
പിന്നെ അധികാരത്തിൻ്റെ കൂടെ നിൽക്കരുത് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ക്യൂബൻ പ്രസിഡൻറ്റ് ഫിഡൽ കാസ്ട്രോ, അദ്ദേഹത്തിൻ്റെ ആത്മ സുഹൃത്തായിരുന്നു എഴുത്തുകാരനായ ഗബ്രിയൽ ഗാർസിയ മാർക്കസ്. കാസ്ട്രോവും മാർക്കസും വളരെ അടുത്ത ഹൃദയബന്ധമാണ് സൂക്ഷിച്ചത്. അവർ പരസ്പരം ആശയങ്ങൾ കൈമാറിയിരുന്നു, വിമർശിച്ചിരുന്നു. പിന്നെ കാസ്ട്രോവിന് ബലം നൽകിയത് മാർക്കസ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്നു എഴുത്തുകാരൻ മുൽക്ക് രാജ് ആനന്ദ്. അതുമാത്രമല്ല എത്രയോ എഴുത്തുകാർ, കലാകാരന്മാർ, കലാകാരികൾ, അവരുടെയെല്ലാം ഒരു വലിയൊരു സുഹൃത്ത് വലയം നെഹ്റുവിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലും അത് സംഭവിക്കണം. സർക്കാരും എഴുത്തുകാരും ഒന്നിച്ച് ജനനന്മക്കായി പ്രവർത്തിക്കണം. സർക്കാർ എഴുത്തുകാർക്ക് പുരസ്കാരങ്ങൾ നൽകിയാലും നൽകിയിട്ടില്ലെങ്കിലും എഴുത്തുകാർ സർക്കാരിൻ്റെ കൂടെ നിൽക്കണം. കാരണം നമുക്ക് പ്രധാനം ജനനന്മയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. സർക്കാരുമായും പിന്നെ പ്രതിപക്ഷമായും എല്ലാവരുമായും തന്നെ എഴുത്തുകാർ സഹകരിച്ച് പ്രവർത്തിക്കണം. കാരണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ നന്മയാണ്, ജനനന്മയാണ്. നമ്മുടെ നന്മ മാത്രമല്ല ജനനന്മയും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കൂടെ നിൽക്കുവാൻ ഇനിയും ശ്രമിക്കും, ഒരു പുതിയ കേരളത്തെ നിർമ്മിക്കാൻ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവർക്കും, സർക്കാരിനും നിയമസഭയ്ക്കും നിങ്ങൾക്കും എല്ലാവർക്കും നന്ദി. നമുക്കൊന്നിച്ച് മുമ്പോട്ട് പോകാം. Nandi sir. Sri Devdutt Patnaik, renowned writer and literary scholar, is cordially invited to release the souvenir of KLIBF second edition and address the gathering. Sri Devdutt Patnaik is invited to address the gathering. Hello, my name is Devdutt Patnaik and I'm very happy to be invited here as the chief guest for this event. You know, suddenly you realize when you travel to another state, language is so important, because I couldn't understand the speeches. I kept nodding my head and I kept shaking my head, but I didn't understand a word of what was being spoken. And suddenly you realize how important language is. I would think of all those sages who spoke in Sanskrit, and the rest of India did not understand those words. What happens when you don't understand a word? And these are things that I think I would like to discuss and talk about when I have my session. But I think a session like this, where knowledge is in the center, where books are being brought, where scholars and writers are being brought together, it is important to talk about language, content, and I think it's great that the Legislative Assembly, I think it's the first time I have heard of a Legislative Assembly having a book, and I think it shows the commitment of Kerala to education, and I really hope other states of our country learn from this and do something about it. Thank you. Thank you so much. താങ്ക് യു സർ.
ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, ഏറെ ബഹുമാന്യനായ സ്പീക്കർ ശ്രീ AN ഷംസീർ, വേദിയിലുള്ള കർണാടക സ്പീക്കർ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, സ്നേഹിതരെ, ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവം തുടർച്ചയായി സംഘടിപ്പിക്കാൻ തയ്യാറായ നിയമസഭയെയും അതോടൊപ്പം തന്നെ നിയമസഭാ സ്പീക്കറെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർക്കും ലോകോത്തര നിലവാരത്തിലുള്ള ഈ പുസ്തകോത്സവത്തിലൂടെ കൂടുതൽ പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതിനും വായനയുടെ വിശാലമായ ലോകം അടുത്തറിയുന്നതിനും സാധിക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രിയും സ്പീക്കറും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്കാരവും നമ്മുടെ നാടിനെ സംബന്ധിച്ചും നമ്മുടെ നിയമസഭ നടത്തുന്ന ഓരോ ഇടപെടലുകളെക്കുറിച്ചും നാടിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തിന് പുറത്തും ഇതെല്ലാം തന്നെ വളരെ വളരെ അടുത്ത ബന്ധമുണ്ടാക്കാനും ഏറ്റവും അധികം സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് നീങ്ങാനും സഹായിച്ച ഒന്നാണ്. നമ്മുടെ ഗ്രാമങ്ങൾ ജീവിക്കുമ്പോഴും ലോകത്തോളം വളരാനും ആകാശത്തോളം സ്വപ്നം കാണാനും മലയാളി പഠിച്ചത് വായനയിലൂടെയും പുസ്തകങ്ങളിലൂടെയുമാണ്. അതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആധുനിക കാലത്ത് വായനയുടെ തലങ്ങൾ പുസ്തകത്താളുകളിൽ നിന്നും ഓൺലൈൻ ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക് വഴിമാറി എങ്കിലും അക്ഷരങ്ങൾ പകർന്നു നൽകുന്ന അറിവിൻ്റെ അഗ്നി അത് മാറ്റമില്ലാതെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പുസ്തകോത്സവങ്ങളിലൂടെ പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനും നമ്മുടെ പുതിയ തലമുറയെ കൂടുതൽ വായനയിലേക്ക് എത്തിക്കാനും ഇത് സഹായിക്കും. അതിന് മുൻകൈയെടുത്ത സ്പീക്കറെ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ സ്പീക്കർ ശ്രീ AN ഷംസീർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 3ാം എഡിഷന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. ഇവിടെ നിയമസഭാ അവാർഡ് നേടിയത് നമുക്കെല്ലാം പ്രിയപ്പെട്ട മുകുന്ദേട്ടനാണ്. ഞങ്ങളുടെ എല്ലാം തലമുറയെ പ്രചോദിപ്പിക്കുകയും വായനക്കാരാക്കി മാറ്റുകയും ചെയ്ത എഴുത്തുകാരുടെ മുൻനിരയിലാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി സാർ. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ യോഗാധ്യക്ഷൻ, കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ അവറുകളെ, ചടങ്ങ് ഔപചാരികം ഉദ്ഘാടനം ചെയ്ത് വേദി കടന്നുപോയ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, വേദിയിലുള്ള ആദരണീയരായ മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഏറെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയമസഭയുടെ പുസ്തകോത്സവത്തിൻ്റെ 3ാം എഡിഷൻ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത വേളയിൽ ഒരിക്കൽ കൂടി ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ 2 പുസ്തകോത്സവങ്ങളിലും എനിക്കൊന്ന് കുറേ കൂടി വ്യത്യസ്തമായ കഴിഞ്ഞ 2 പുസ്തകോത്സവങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കുറേ കൂടി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമായി യഥാർത്ഥത്തിൽ ഇത് മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു തുടക്കക്കാരൻ്റെ അല്ലെങ്കിൽ തുടക്കത്തിൻ്റേതായ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു, അതെല്ലാം മാറി ഇന്ന് എഴുത്തുകാരും അതോടൊപ്പം തന്നെ പ്രസാധകന്മാരും ഒക്കെ തന്നെ കൂടുതൽ നമ്മുടെ ഈ പുസ്തകോത്സവം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതും അഭിമാനമുള്ളൊരു കാര്യമാണ്. ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ നിയമസഭാ സ്റ്റാഫിനെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം കുറേ ദിവസങ്ങളായി നടത്തിയ വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായി ഈ നോട്ടീസ് കാണുമ്പോൾ അറിയാം കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാരെ വേദിയെത്തിക്കാൻ, അതോടൊപ്പം തന്നെ
സർഗാത്മകമായ ഒരുപാട് ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കാനൊക്കെയുള്ള നല്ല ശ്രമങ്ങൾ പുതിയ പ്രസാധകന്മാരും ഒക്കെ കടന്നു വരികയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വായനയുടെ ഒരു നല്ല അനുഭവത്തെ കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ വായനയുടെ പുതിയ തലങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് പുതിയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുതിയ എഴുത്തുകാർക്ക് ഇടം കണ്ടെത്താൻ കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, മലയാളത്തിലെ പ്രമുഖരായ പല എഴുത്തുകാരെയും അവരുടെ എഴുത്തിൻ്റെ വഴിയിലേക്ക് എത്തിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളിൽ നിന്ന് അകന്നുപോയ കാലത്തിൻ്റെ കലാകാരൻ എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായരായിരുന്നു. പക്ഷേ അന്ന് ആ ഒരു മാധ്യമം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വ്യത്യസ്തമായ മാധ്യമങ്ങൾ പുതിയ എഴുത്തുകാർക്ക് അവരുടേതായ വഴികൾ കണ്ടെത്താൻ കഴിയുന്നു. ഇത്തരം പുസ്തകോത്സവങ്ങൾ വ്യത്യസ്തമാകുന്നത് ഇപ്പോൾ അറിയാം, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേരളത്തിലെ പല പല പ്രദേശങ്ങൾ പല പ്രമുഖമായ പത്രങ്ങളുടെയൊക്കെ നേതൃത്വത്തിലും പ്രസിദ്ധീകരണശാലകളുടെ നേതൃത്വത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് പുസ്തകോത്സവങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ എല്ലാം എത്തിച്ചേരുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു, വായിക്കപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകോത്സവം നിയമസഭ സംഘടിപ്പിക്കുമ്പോൾ അതിന് വേറിട്ട മറ്റൊരു അനുഭവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയമസഭയുടെ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നിന്ന് നമുക്കൊരു വ്യത്യസ്തതയാണ് നമ്മൾ നിയമസഭയ്ക്ക്. നമ്മൾ പലതിനും മാതൃകയാകുന്നൊരു നിയമസഭയാണ്. അപ്പോൾ അത് കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് ഇത് ഏറ്റവും നന്നായിട്ട് രൂപപ്പെടുത്തി ഒരുപാട് ആളുകൾ ഇവിടെ ആകർഷിക്കാൻ കഴിഞ്ഞു. നല്ല സംവാദത്തിൻ്റെയും ചർച്ചകളുടെയും വേദിയാകട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധങ്ങൾ പല കാര്യങ്ങളും സൃഷ്ടിക്കപ്പെടേണ്ട വർത്തമാനകാല സാഹചര്യത്തിൽ അതിനുവേണ്ടിയുള്ള എഴുത്തിൻ്റെ വഴികളും ചർച്ചകളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കാൻ കഴിയുന്നൊരു വലിയ ഭാഗ്യം ശ്രീ എം മുകുന്ദനെ പോലെയൊക്കെയുള്ള എഴുത്തുകാർ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് അവരുടെയൊക്കെ വഴികൾ, വയ്യഴിപ്പുഴയുടെ കഥ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഒരുപാട് കഥകൾ മലയാളിക്ക് പറഞ്ഞു കൊടുത്തു. എൻ്റെയൊക്കെ കോളേജ് ജീവിത കാലഘട്ടത്തിൽ അന്നൊക്കെ ഒരുപക്ഷെ സിനിമാ നടന്മാരെക്കാൾ ഞങ്ങളുടെയൊക്കെ ക്യാമ്പസുകൾ ചർച്ച ചെയ്തത് എം മുകുന്ദനെയും ഒ വി വിജയനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അന്ന് ഒരുപക്ഷെ അത്തരമൊരു ക്യാമ്പസിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതും ഒരു സന്തോഷമാണ്. ഈ വായനയുടെ ലോകം ഇനിയും തുടരട്ടെ. അതിന് മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കർ, അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ, നിയമസഭയിലെ മറ്റ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അംഗങ്ങൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിയമസഭയിലെ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങൾ, അവരെല്ലാം സെക്രട്ടേറിയറ്റിനെ എല്ലാം വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഒരു നല്ല യാത്രയാകട്ടെ, ഒരു സഫലമായ യാത്രയാകട്ടെ ഈ 3ാമത്തെ എഡിഷൻ എന്നുള്ള ആഗ്രഹത്തോടെ ആശംസയോടെ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IAS അവർകളെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാ രാഷ്ട്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി എന്തെങ്കിലും സംസ്ഥാനത്തിൽ ഇതുപോലെ പരിപാടി ഇതുവരെ ചെയ്തില്ല. സോ ഈ പരിപാടിയിലേക്ക് മുൻകൈയെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. കൂടാതെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ എത്തിച്ചേർന്ന കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ അവരും ഇതുപോലെ പരിപാടി അവരുടെ സംസ്ഥാനത്തിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കും എല്ലാവിധ ആശംസകൾ. കൂടാതെ ഈ പരിപാടിയിൽ പല ആക്ടിവിറ്റീസ് ഉണ്ട്, പാനൽ ഡിസ്കഷൻസ് ഉണ്ട്, ബുക്ക് റിലീസസ് ഉണ്ട്, സെമിനാർ, മോഡൽ അസംബ്ലി, പല കൾച്ചറൽ പരിപാടികളൊക്കെ ഉണ്ട്. ഈ എല്ലാ പരിപാടി നമ്മുടെ നാട്ടുകാരനെ നല്ലപോലെ ആസ്വദിക്കാൻ കഴിയട്ടെ. മാത്രമല്ല നിലവിലുള്ള സോഷ്യൽ മീഡിയ ഉള്ള സാഹചര്യത്തിൽ ആൾക്കാർ പതുക്കെ വായനയെ നിർത്തിയിട്ട് സോഷ്യൽ മീഡിയ ഒക്കെയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ ഒരു പരിപാടി വീണ്ടും ആൾക്കാരനെ വായനയിലേക്ക് അട്രാക്ട് ചെയ്യട്ടെ. ആൻഡ് ലെറ്റ് ഓൾ ദ പീപ്പിൾ ബി ബെനിഫിറ്റഡ് ഫ്രോം ഇറ്റ് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. I request Honorable Speaker Sri AN Shamsir sir to present the memento to Sri UT Khadar Farid, Honorable Speaker, Karnataka Legislative Assembly.
I request Honorable Speaker Sri A.N. Shamsir Sir to present the memento to Sri Devdutt Patnaik, renowned writer and literary scholar. താങ്ക് യു. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. Respected dignitaries on and off the dais. ഫ്രഞ്ച് തത്വചിന്തകനായ റെനെ ദെക്കാർത്തെ ഒരിക്കൽ പറയുകയുണ്ടായി, റീഡിംഗ് ഓഫ് ഗുഡ് ബുക്സ് ഈസ് ദി ബെസ്റ്റ് വേ ടു റീഡ് ദി ഫൈനസ്റ്റ് മൈൻഡ്സ് ഓഫ് ദി പാസ്റ്റ്. നമുക്ക് മുൻപേ കടന്നുപോയ ആളുകളുടെ മനസ്സ് വായിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരുടെ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. വേഗതേറിയ ഡിജിറ്റൽ യുഗത്തിൽ വായനയുടെ പുതിയ സംസ്കാരം വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ചെറുത്തുനിൽപ്പ് തന്നെ വേണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ റെസിസ്റ്റൻസിൻ്റെ, ആ ചെറുത്തുനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് നമ്മൾ ഈ ദിനങ്ങളിൽ 7 തൊട്ട് 13 വരെയുള്ള ഈ ദിനങ്ങളിൽ കാണാൻ പോകുന്നത്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് കൃതജ്ഞത രേഖപ്പെടുകയാണ് എൻ്റെ കടമ. ആദ്യമായി ഈ വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ ഈ പരിപാടിയുടെ നെടുന്തൂണായ നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ സാർ, കൂടിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുൻ മന്ത്രിമാർ, MLA മാർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിയമസഭാ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് മാധ്യമപ്രവർത്തകർ, മറ്റുള്ളവർ എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അക്ഷരങ്ങളുടെ സഞ്ചാരപാതയിലൂടെ യാത്രയാകാൻ എല്ലാവരെയും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.